Yeah. Can we take over? Yeah. Pastor, you can continue. Yeah. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിവേളയിൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഈ സൂം മീറ്റിങ്ങിലേക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ച വിധങ്ങളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ഇന്ദുലേഖ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മീറ്റിങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്യുവാൻ ഇടയായി തീർന്നു. കർത്താവിൻ്റെ ദാസിയെ ദൈവം അധികമായി അനുഗ്രഹിക്കട്ടെ. തൻ്റെ ശുശ്രൂഷകളിൽ ഈ ദിവസങ്ങളിൽ വലിയ ഒരു വികാസം വർധനവ് കർത്താവ് വരുത്തട്ടെ. ഈ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട ആശയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഒരു വിടുതലിന് വേണ്ടി, ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ആയിരിക്കുന്ന എല്ലാം ദൈവമക്കളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഇംഗ്ലീഷിലാണ് കുറേ നാളായി ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഒഴുക്ക് കൂടുതലും ഇംഗ്ലീഷിലാണ്, എങ്കിലും മലയാളത്തിൽ പറയുവാൻ ഒരു ഒഴുക്ക് ലഭിക്കേണ്ടതിനായിട്ട് ഞാൻ വലിയ പ്രതീക്ഷയോടെ ആയിരിക്കുന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ രാത്രി ദൈവപ്രവൃത്തിയുടെ രാത്രിയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു ഈ രാത്രി ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രവൃത്തി ചെയ്യും? ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു ഈ രാത്രി എൻ്റെ രാത്രിയാണ്? ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു? ഒന്ന് മ്യൂട്ട് മാറ്റി ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. The Lord. വലിയ പ്രതീക്ഷയോടെ, വലിയ വിശ്വാസത്തോടെ ഇന്ന് രാത്രി നിങ്ങളായിരിക്കുമ്പോൾ, നിങ്ങളായിരിക്കുന്ന റൂമിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങാൻ പോവുകയാണ്. നിങ്ങൾ കരയുന്ന വിഷയത്തിന്റെ മധ്യത്തിൽ സ്വർഗം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഒരു ഗാനത്തെ പാടി വചന ശുശ്രൂഷയിലേക്ക് കടക്കാം. ഞങ്ങൾ ആരാധനയ്ക്കും അതുപോലെ അന്യഭാഷയിലുള്ള പ്രാർത്ഥനയ്ക്കും അതീവ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാണ്. നമുക്ക് ഒരു ഗാനം പാടി ദൈവത്തെ സ്തുതിക്കാം. എൻ്റെ പ്രിയ മകൻ ശാമുവൽ നമ്മോട് കൂടെയുണ്ട്. തുടർന്ന് ഒരു ഗാനം പാടുന്നതായിരിക്കും ശാമുവൽ. ഈ ചാൻസ്, ഈ ഒരു അവകാശം തന്ന ദൈവത്തിനും പാസ്റ്റർ മാഡത്തിനും ഒരു വലിയ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് എത്ര പേർ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ സ്നേഹിക്കുന്നു? ആമേൻ. നമ്മൾ ദൈവത്തോട് ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ഹൈദരാബാദിലാണ്. അതുകൊണ്ട് എൻ്റെ മലയാളം അത്ര നല്ലതല്ല. ബട്ട് I will try my best. How many of you are, എത്ര പേർ ദൈവത്തെ സ്നേഹിക്കുന്നു? മുഴുവൻ ഹൃദയത്തോടുകൂടെ, മുഴുവൻ ആത്മാവോടുകൂടെ ദൈവത്തെ സ്നേഹിക്കുന്നവർ എത്ര പേർ ഇവിടെ ഉണ്ട്? ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നത്, സങ്കീർത്തനങ്ങളിൽ പറയുന്നത് that the praises of God, ഈ ദൈവം ജീവിക്കുന്നത് ഒരു വിശ്വാസിയുടെ പ്രേസമയാണ്. ഒരു വിശ്വാസിയുടെ സ്തുതിമയാണ് ദൈവം നിവസിക്കുന്നത്. ഹി ഈസ് enthroned on the praises of his people എന്നാണ് ബൈബിളിൽ പറയുന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് എന്തെങ്കിലും കിട്ടുവാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ദൈവം ആരാണെന്നുള്ള ബോധ്യത്തോടുകൂടെ, ദൈവം ആരാണെന്ന് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. ആമേൻ. ആമേൻ. അപ്പൊ എത്ര പേർക്ക് അറിയാം പ്രാണപ്രിയ ചങ്കിയിലെ ചോര തന്നെ?
പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തവനെ വീണ്ടെടുപ്പുകാരാ പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തവനെ വീണ്ടെടുപ്പുകാരാ പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ അത് കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ അത് നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ പോരായിരം നന്ദി നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്നയല്ലയോ എന്നെ നടത്തിയത് എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്നയല്ലയോ എന്നെ നടത്തിയത്. നമുക്ക് അതരങ്ങളെ തുറന്ന് അല്പസമയം അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കാം. 2 മിനിറ്റ് ശക്തിയോടെ ഇരിക്കുന്നിടം മറന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും വായുകളെ തുറന്ന് അന്യഭാഷകളിൽ സ്തുതിച്ചാട്ടെ.
വചനം ഇന്ന് രാത്രി നിങ്ങളിൽ വിവർത്തീകരിക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Jesus. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് യെശയ്യാവിന്റെ പുസ്തകം 43 അധ്യായം 2-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. Pastor, can you repeat it? വെള്ളത്തിൽ കൂടെ Isaiah chapter 43, Isaiah chapter 43, Yeah. verse 2. Verse 2. Shall I read or you want to read? Yes, please. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ആമേൻ. Thank you. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. സർവശക്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ രാത്രി വേളയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, അനുഗ്രഹീതമായ ഓൺലൈൻ പ്രയറിൽ എൻ്റെ അഭിഷിക്തയോടും കർത്താവെ അങ്ങയുടെ ചങ്കിലെ ചോര കൊടുത്തു വീണ്ടെടുത്ത അങ്ങയുടെ പ്രിയ മക്കളോടും കൂടെ ആയിരിക്കാൻ അങ്ങ് തന്ന അസുലഭമായ സാഹചര്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാൽ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത സ്വർഗത്തിലെ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളിലും ഇറങ്ങി വന്നിരിക്കയാൽ സ്തോത്രം. വലിയ പ്രതീക്ഷയോടെ അങ്ങയുടെ ആർദ്രമായ കണ്ണുകളിലേക്ക്, അങ്ങയുടെ തേജസ്സേറിയ മുഖത്തേക്ക് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ നോക്കുന്നു കർത്താവേ. അപ്പാ, ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ. അയച്ചു വിടുവിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ വ്യത്യസ്ത വിഷയങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരണം കർത്താവേ. ഹല്ലേലൂയ. രാത്രി അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഞങ്ങൾക്ക് തരണം. ഈ ശുശ്രൂഷ ആശീർവദിക്കണം. അങ്ങയുടെ നാമം മാത്രം മഹത്വപ്പെടണം. യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ചോദിക്കുമ്പോൾ കേട്ടുത്തരം അരുളണമേ സ്വർഗീയ പിതാവേ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് പാസ്റ്റർ ലിച്ചു എന്നാണ്. കഴിഞ്ഞ 20ഓളം വർഷങ്ങൾ ഹൈദരാബാദിൻ്റെ പ്രദേശത്ത് ആയിരുന്ന സഭാ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, അതുപോലെ പല തരത്തിലുള്ള നേഴ്സസിൻ്റെ ഇടയിലുള്ള പ്രവർത്തനം ഞങ്ങൾക്കുണ്ട്. നേഴ്സിംഗ് കോളേജുകളിൽ മീറ്റിങ്ങുകളുണ്ട്, പാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ഉണ്ട്. 24ഓളം സ്റ്റേറ്റുകളിൽ കഴിഞ്ഞ 20 വർഷങ്ങളായി കടന്നു ചെല്ലുവാൻ, പാസ്റ്റേഴ്സിനെ ട്രെയിൻ ചെയ്യുവാൻ, ചർച്ചുകളിൽ പരിശുദ്ധാത്മാഭിഷേകത്താൽ വിശ്വാസികളെ നിറയ്ക്കുവാൻ ആദിവാസികളുടെ ഇടയിൽ ഞങ്ങൾക്ക് പ്രവർത്തനങ്ങളുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ പലവിധമായ ഓൾ നൈറ്റ് പ്രേയറുകൾ ഒരു 6ഓളം ഡിസ്ട്രിക്റ്റുകളിൽ ഹൈദരാബാദിൽ, തെലങ്കാനയിൽ പാസ്റ്റേഴ്സിന് വേണ്ടി നടത്തുന്നുണ്ട്. ചാരിറ്റി വർക്ക്സ് ഉണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിനുമായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയ ഇന്ദുലേഖ സിസ്റ്റർ വിളിച്ച് ഈ ഓൺലൈൻ പ്രെയർ മീറ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ച നാൾ മുതൽ ഈ മീറ്റിങ്ങിനെ കുറിച്ച് പ്രാർത്ഥിപ്പാനിടയായപ്പോൾ കർത്താവ് ചില സന്ദേശങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നൽകി തരുവാനായിട്ടിടയായി തീർന്നു. യെശയ്യാവ് 43:2 പറയുന്ന ഇപ്രകാരമാണ്: നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്
ഈ ഓൺലൈനിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില വ്യക്തികളോട് അതിശക്തമായി പറയുകയാണ്, നീ കടന്നു പോകുന്ന വെള്ളം പോലെ നിന്നെ ഒഴുക്കി കളയുമെന്ന് ചിന്തിക്കുന്ന വിഷയമുണ്ടല്ലോ. നീ ഇപ്പോൾ കടന്നു പോകുന്ന തീച്ചൂള സമാനമായ പ്രതികൂലമുണ്ടല്ലോ, അതിന്റെ മധ്യത്തിൽ നീ ഒഴുകി പോകത്തില്ല. കളയുമെന്ന് പറഞ്ഞ ശത്രുവായവൻ പ്രതികൂലത്തിന്റെ തീ നിന്റെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്നെ നോക്കി കൈ ചൂണ്ടി ഇന്ന് രാത്രി പറയുകയാണ്, എന്റെ ചങ്കില്, എന്റെ പുത്രന്റെ ചങ്കിലെ ചോര കൊടുത്താണ് ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങിയതെങ്കിൽ നീ എന്റേതാണ്. ആമേൻ, ഹല്ലേലൂയ. ഒരു തീക്കും നിന്നെ ആമേൻ നശിപ്പിച്ചു കളയാൻ പറ്റത്തില്ല. ആമേൻ, ഹല്ലേലൂയ. കാരണം ഈ ഭൂമിയിലെ തീയെ കെടുത്തുന്ന സ്വർഗീയ തീയാണ് നിന്റെ മേൽ വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. തീയിൽ വാസം ചെയ്യുന്ന സർവശക്തനായ ദൈവമാണ് നിന്റെ ആത്മാവിൽ നിവസിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി മുതൽ നിന്റെ മേലൊരു വിടുതലുണ്ട്. ഹല്ലേലൂയ. നീ ആമേൻ ടീച്ചിലൂടെ കടന്നു പോകുന്ന വിഷയത്തിന്റെ മേൽ ഇന്ന് രാത്രി ഒരു വിടുതലുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഈ രാത്രി നിന്റെ രാത്രിയാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആമേൻ, ഒരു വ്യക്തിക്ക് നിന്നെ തൊടാൻ പറ്റത്തില്ല. യോശുവയുടെ 1-ാം അധ്യായത്തിൽ പറയുന്നു, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. നിന്റെ ജീവിതകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. നിന്റെ നേരെ ഒരു ശക്തിയും നിന്റെ നേരെ നിൽക്കയില്ല. ആരെന്ന് നീ തിരിച്ചറിയുന്ന നിമിഷം നീ ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലുള്ള ജയത്തിലേക്ക് മാറും. വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നത് ശത്രുവിന്റെ തലയെ തകർത്ത സർവശക്തനായ ദൈവമെന്ന നീ വിശ്വസിക്കും തോറും ഈ രാത്രി അവന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ അധികമായി വർദ്ധിക്കുവാൻ ഇടയായി തീരും. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, പ്രൈസ് ദി രാത്രി. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, യെശയ്യാ 41:13 പറയുന്നു, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ആമേൻ. ഒരു മനുഷ്യന് നിന്നെ സഹായിക്കാൻ പറ്റത്തില്ല. ആമേൻ, ഹല്ലേലൂയ. നിന്റെ ഭർത്താവിനെ നിന്നെ സഹായിക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത്, നിന്റെ ഭാര്യയ്ക്ക് നിന്നെ സഹായിക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത്, നിന്റെ പൈസയ്ക്ക് നിന്നെ നിന്റെ ഇൻഫ്ലുവൻസിന്, നിന്റെ മക്കൾക്ക്, നിന്റെ സമൂഹത്തിന് നിന്നെ സഹായിക്കാൻ പറ്റാതെ നീ തളർന്നും തകർന്നും ഇരിക്കുമ്പോൾ കർത്താവ് നിന്നോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ആമേൻ. ഒരു കാരണവശാലും നീ ഭയപ്പെടരുത്. ഭയം പിശാചിന്റെ ആയുധമാണ്. എന്നാൽ ധൈര്യം, വിശ്വാസം ഇന്ന് രാത്രി നിന്റെ മേൽ സ്വർഗം ഇട്ടുകൊണ്ട് സ്വർഗം പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ആരും നിന്നെ സഹായിക്കാനില്ലെങ്കിൽ നീ ഭയപ്പെടരുത്, നീ ക്ഷീണിച്ചു പോകരുത്, നീ തളർന്നു പോകരുത്. ഇന്ന് രാത്രി ആമേൻ സകല അണ്ഡകടാഹങ്ങളെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം, നിന്റെ വീണ്ടെടുപ്പുകാരൻ, ഇന്ന് രാത്രി ആമേൻ നിന്റെ മുഖത്തേക്ക് നോക്കി നിന്റെ വലങ്കരത്തിൽ പിടിച്ച് നിന്നോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ
നിന്നെ സഹായിക്കും. Hallelujah. ഞാൻ നിന്നെ സഹായിക്കും. Hallelujah. ആരും സഹായിക്കും. നീ ഒറ്റയ്ക്കാണെങ്കിലും, എല്ലാവരും നിനക്ക് പ്രതികൂലമാണെങ്കിലും, അന്ധകാരത്തിന്റെ ശക്തികൾ നിന്നെ നീ ആയിരിക്കുന്ന കുടുംബത്ത്, നീ ആയിരിക്കുന്ന ദേശത്ത് നിന്നെ നിർത്തത്തില്ലെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, അവരുടെ ആമേൻ ഹല്ലേലൂയ ഭയപ്പെടുത്തുന്ന ആമേൻ വാക്കുകളെ കേട്ട് നീ ഭയപ്പെട്ടു പോകരുത്. ആമേൻ പ്രൈസ് ദി ലോർഡ്. ആമേൻ നിന്നോട് കൂടെയുള്ളവൻ ആരെന്ന് ഇന്ന് രാത്രി നീ തിരിച്ചറിയുക. ഏതൊരു വചനം പറയുന്നു, അവന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതര. ആത്മാവ് നിന്നോട് പറയുക, പ്രശ്നങ്ങളിൽ നിന്ന്, പ്രശ്നമുണ്ടാക്കുന്നവരിൽ നിന്ന് നിന്റെ കണ്ണുകളെ, നിന്റെ മുഖത്തെ നീ തിരിക്കുക. നിന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. അവന്റെ മുഖത്തേക്ക് നിന്റെ കണ്ണുകളെ ഫിക്സ് ചെയ്യുന്ന രാത്രി, എന്നിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കുക. വചനം പറയുകയാണ്, അവന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി. ആമേൻ. പ്രകാശം. ഓ ഹല്ലേലൂയ. ഇന്നു പകലിൽ ഞാൻ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ മുഖത്ത് വ്യാപരിക്കുകയാണ്, നിന്റെ ആത്മാവിൽ ഈ രാത്രി വ്യാപരിക്കുകയാണ്. ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. ഭയപ്പെടുത്തുന്ന ഇരുട്ട് നിന്നെ വിട്ടുമാറുകയാണ്. ദൈവത്തിന്റെ ആത്മ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്ന രാത്രിയാണ് ഈ രാത്രി. നിന്റെ ഭാവി മാറുന്ന, നിന്റെ ജീവിതം മാറുന്ന, നിന്റെ നെഗറ്റീവായ ചിന്തകളെ മാറ്റി ജീവന്റെ വെളിച്ചത്തിന്റെ വിജയത്തിന്റെ ചിന്തകൾ നിന്നിൽ നിക്ഷേപിക്കുന്ന രാത്രിയാണ് ഈ രാത്രി. സ്വർഗം നിന്റെ ജീവിതത്തെ പുതുക്കി പണിയുന്ന രാത്രിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈക്ക് പിടിച്ച്, കർത്താവ് നിന്റെ വലങ്കൈക്ക് പിടിച്ചിട്ടുണ്ട്. സഹോദരി, സഹോദര, ആമേൻ പ്രൈസ് ദി ലോർഡ്. നിന്റെ കൈക്ക് പിടിച്ച് നിന്നെ നടത്താൻ ആരുമില്ലെങ്കിലോ ഇന്ന് രാത്രി ആ മഹാകരം നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. ആമേൻ. ആ മഹാദൈവത്തിന്റെ വലത് കരം നിന്റെ മേൽ ഉണ്ടെങ്കിൽ ഒരു അന്ധകാരത്തിന്റെ കരത്തിനും ഒരു ശത്രുവിന്റെ കരത്തിനും നിന്നെ ഒന്നും ചെയ്യുവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 56:3 പറയുകയാണ്, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. പറയുകയാണ്, ശത്രുവായവൻ ഭയവുമായി വരുമ്പോൾ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ശത്രു ആക്രമിക്കുവാൻ ഉപയോഗിക്കുന്ന ആയുധമാണ് ഭയം. എന്നാൽ നാം തിരുവചനം കൂലങ്കഷമായി പഠിക്കുമ്പോൾ ഒരു വസ്തുത വളരെ സുഗ്രാഹ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിതാണ്, 365 ദിവസങ്ങൾ ഉണ്ടെങ്കിൽ തിരുവചനത്തിൽ 365 പ്രാവശ്യം പറയുകയാണ് ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. നീ അഭിമുഖീകരിക്കുന്ന 1000 വിഷയങ്ങളുണ്ടെങ്കിലും 1000 വിഷയങ്ങളെയും നോക്കി നിന്റെ വലങ്കരത്തിൽ പിടിച്ച സ്വർഗത്തിലെ ദൈവം നിന്റെ ആത്മാവിനോട് കൽപ്പിക്കുകയാണ്, ഒന്നിലും പതറിപ്പോകരുത്, ഒന്നിലും ക്ഷീണിച്ചു പോകരുത്. ഹൈദരാബാദിലെ, തെലങ്കാനയിലെ ഏറ്റവും പൈശാചികത നിറഞ്ഞ ഒരു ദേശത്താണ് ദൈവം ഞങ്ങളെ ആക്കിയിരിക്കുന്നത്. ഒരു സൈഡിൽ മുഴുവൻ മുസ്ലിം മോസ്കുകളാണ്. ഒരു 10-15ഓളം മുസ്ലിം എൻ്റെ വീട് തൊട്ടപ്പുറത്ത് മുസ്ലിം മോസ്കാണ്. താമസം മുസ്ലിംസിന്റെ ഭവനത്തിലാണ്. എൻ്റെ മുന്നിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ജൈനന്മാരുടെ മെയിൻ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്ന 250ഓളം സ്ത്രീ പുരുഷന്മാർ വിവാഹം കഴിക്കാതെ, സ്വർണ്ണ വ്യാപാരികൾ, അങ്ങനെ വലിയ വലിയ ബിസിനസ്സുകൾ നടത്തുന്നവർക്ക് വേണ്ടി മന്ത്രവാദവും പൂജയും നടത്തും. ഞാൻ വീടിന് തൊട്ട് മുന്നിലാണ്. അടുത്ത വേറൊരു വശത്താണ് ഇവിടുത്തെ മെയിൻ ടെമ്പിൾസ്.
തൊട്ടടുത്ത് ഒരു 1/4 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഞാനിത് പറയുന്നത്, അല്ല ദൂരെയല്ല. ഹല്ലേലൂയ. ഒരു 8ഓളം പ്രമുഖമായ ഇവിടുത്തെ ടെമ്പിളുകൾ, 2000 മുതൽ 10,000 പേര് ദർശനം നടത്തുന്ന ടെമ്പിള് എൻ്റെ വീടിന്റെ മുന്നിലാണ്. ഹല്ലേലൂയ. ബാക്കിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഗുരുദ്വാര. ചുറ്റുമാണ് റോമൻ കാത്തലിക്, കത്തീഡ്രല്, CSI, എല്ലാ റിലീജിയസ് സെന്ററുകളുടെ ഹെഡ് ക്വാർട്ടറാണ് ഇവിടെ. എൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, 1 കിലോമീറ്റർ പോയാലാണ് ഇവിടുത്തെ നിയമസഭ. ഇവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകൾ നടക്കുന്നത് കേന്ദ്രം ഞങ്ങൾ ഇവിടുന്ന് 1 കിലോമീറ്റർ പോയാലാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അധികാര, വാണിജ്യ, വ്യാപാര, ആമേൻ, ഹല്ലേലൂയ, റിലീജിയസ് കേന്ദ്രങ്ങളുടെ ഒത്ത നടുക്ക് പരിശുദ്ധാത്മാവ് ഒരു വീട് തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ നീ താമസിക്കണം. ഹല്ലേലൂയ. വലിയ പ്രതികൂലമായിരുന്നു തുടക്കത്തിൽ, വലിയ വലിയ പ്രശ്നങ്ങളായിരുന്നു. ഞാൻ ഡൽഹിയിൽ ഗ്രേസ് ബൈബിൾ സെമിനാരിയിലാണ് BA കേരളവർമ്മ കോളേജിൽ പഠിച്ചു. തുടർന്ന് ഗ്രേസ് ബൈബിൾ സെമിനാരിയിൽ തുടർന്നുള്ള വേദശാസ്ത്ര പഠനം കഴിഞ്ഞു. ഒക്കെയും എൻ്റെ ജീവിതത്തിൽ നടന്നതെല്ലാം ദൈവഹിതപ്രകാരമായിരുന്നു. ദൈവിക ആലോചന ചോദിച്ച് ദൈവം തന്ന നീതിമാന്റെ വഴികളെ യഹോവ ക്രമപ്പെടുത്തും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഗ്രേസ് ബൈബിൾ സെമിനാരിയിൽ പോയത് റോമൻ കാത്തലിക് വിശ്വാസത്തിൽ നിന്ന് അപ്പനമ്മ, സഹോദരങ്ങൾ, കമ്മ്യൂണിറ്റി, ദേശം എല്ലാം യേശുവിനെ സ്വീകരിച്ചതിന്റെ ഫലമായി വെറുത്തു, എല്ലാവരും ഉപേക്ഷിച്ചു. എങ്കിലും എന്നെ വീണ്ടെടുത്ത യേശുവിനെ ഞാൻ വിട്ടില്ല. അതുകൊണ്ട് എൻ്റെ അമ്മയും സഹോദരങ്ങള് 2 പേര് വിശ്വാസത്തിൽ വന്നു, അപ്പനമ്മയും വിശ്വാസത്തിൽ വന്നു. ആമേൻ, കഴിഞ്ഞ 25 വർഷമായി ശുശ്രൂഷയിലായിരിക്കുന്നു. ആമേൻ, ബൈബിൾ സെമിനാരി പഠിച്ചു കഴിഞ്ഞിട്ട് ആമേൻ, കർത്താവ് എനിക്ക് ബൈബിൾ സെമിനാരി പഠിപ്പിക്കാനുള്ള അവസരം കിട്ടി. തുടർന്ന് MDവിന് പഠിക്കാനുള്ള അവസരം കിട്ടി. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ആമേൻ, ഡൽഹിയിൽ നിൽക്കരുത്, നീ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് നിന്നെക്കുറിച്ച് വ്യക്തമായ പദ്ധതികളുണ്ട്. അവിടെ പോയി ഞാൻ അതിരപ്പള്ളി, വാഴച്ചാല്, അവിടെ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനോട് കൂടെ അസിസ്റ്റൻ്റായി നിൽക്കുമ്പോൾ തന്നെ ശക്തമായി പ്രാർത്ഥിക്കിടയായി. ദൈവമേ, എന്നെക്കുറിച്ചുള്ള നിന്റെ ഹിതം എന്താണ്? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആയിരിക്കുന്നത് ദൈവത്തിന്റെ വഴിയിലാണെങ്കിൽ, നിങ്ങൾ ആയിരിക്കുന്നത് ദൈവത്തിന്റെ പെർഫെക്റ്റ് ബില്ലിലാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ദൈവം സംരക്ഷണം ഒരുക്കും. നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രൊവിഷൻ ഒരുക്കും. നിങ്ങൾക്ക് വേണ്ടി തന്റെ ദൂതന്മാരുമായി ഇറങ്ങി വന്ന് ദൈവം യുദ്ധം ചെയ്യും. നിന്റെ തല താഴുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. അവന്റെ ഇഷ്ടത്തിന്റെ പൂർണ്ണതയിലാണ് ഇന്ന് രാത്രി നീ ആയിരിക്കുന്നതെങ്കിൽ ഒരു കാര്യം വളരെ ഗണ്ഡിതമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, വിജയം നിന്റെ ഭാഗത്താണ്. ആമേൻ, ഹല്ലേലൂയ. ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ആമേൻ ദൈവത്തിന്റെ ആമേൻ പൂർണ്ണമായ ഹിതത്തിൽ നിന്ന്, ദൈവത്തിന്റെ നിന്നെക്കുറിച്ചുള്ള ശോഭനമായ ഭാവിയിൽ നിന്ന്, ആമേൻ ഈ ക്രിസ്തീയ ജയ ജീവിതത്തിൽ നിന്ന് നിന്നെ വലിച്ചു മാറ്റുവാൻ പറ്റത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ആമേൻ ഫെലോഷിപ്പ് ചർച്ചിനോടുള്ള ബന്ധത്തിലാണ് ഈ ദേശത്ത് വന്ന് അനേക വർഷങ്ങൾ അതിൽ പാസ്റ്ററായിരുന്നു. ആ നഴ്സസിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ചർച്ച് ഉണ്ടാക്കുവാൻ 2005 ആ കാലഘട്ടത്തിൽ കർത്താവ് നഴ്സസിൻ്റെ ഇടയിൽ ഒരു പ്രവർത്തനം തുടങ്ങി. ചർച്ച് ഉണ്ടാക്കുവാൻ ഒക്കെ കർത്താവ് സഹായിച്ചു. അതോടൊപ്പം തന്നെ കർത്താവ് എനിക്ക് തന്നൊരു ദർശനമാണ്, ഇന്ത്യയിലെ 28ഓളം സ്റ്റേറ്റുകളിൽ കടന്നു ചെന്ന് അവിടുത്തെ പാസ്റ്റേഴ്സിനെ ബലപ്പെടുത്തുക, അവിടുത്തെ രോഗികളെ സൗഖ്യമാക്കുക. ആ ഓരോ ദൈവദാസന്മാർ കടന്നു ചെല്ലാത്ത ഉൾഗ്രാമങ്ങളിൽ, ആദിവാസി കാടുകളിൽ ചെന്ന് പരിശുദ്ധാത്മാവിനാൽ സഭയെ നിറയ്ക്കുക, സഭയെ ഒരു വലിയ സൈന്യമാക്കി എഴുന്നേറ്റ് നിർത്തുക എന്നൊരു വലിയ ദർശനം എൻ്റെ ജീവിതത്തിൽ കർത്താവ് തന്നു. കഴിഞ്ഞ 20 വർഷമായി ഓരോ സ്റ്റേറ്റുകളിൽ കടന്നു ചെന്ന്
ആമേൻ. അവരുടെ ദൈവദാസന്മാരെ ബലപ്പെടുത്തുന്ന ഓൾ നൈറ്റുകൾ വെക്കുവാൻ Hallelujah. പരിശുദ്ധാത്മ അഭിഷേകത്താൽ വിശ്വാസികളെ നിറയ്ക്കുവാൻ ആരും സഹായത്തിനില്ലായിരുന്നു. എന്നാൽ ദൈവം എൻ്റെ കൂടെ നിന്നു. Amen. 10 വർഷം മുമ്പ് ഷാരോൺ ഫെലോഷിപ്പ് സഭയിൽ നിന്ന് പുറത്തു വന്ന് ഹോപ്പ് ഓഫ് ഗ്ലോറി എന്ന് പറയുന്ന ഒരു പ്രവർത്തനം സ്വതന്ത്രമായി തുടങ്ങുവാൻ കർത്താവ് സഹായിച്ചു. Hallelujah. ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. സ്വർഗത്തിലെ ദൈവം ആമേൻ നിന്റെ ആവശ്യങ്ങളൊക്കെയും സ്വർഗത്തിലെ വെറുതെ അല്ല, സ്വർഗത്തിലെ ധനത്തിനൊത്തവണ്ണം Amen. Hallelujah. നിർവഹിച്ചു തരുമെന്ന് പറഞ്ഞ ദൈവം According to His glory. ലക്ഷങ്ങൾ ശുശ്രൂഷയ്ക്കായി തന്നു. Amen. ഹൈദരാബാദിൽ ഏറ്റവും ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കുന്ന വ്യക്തികളുമായി കണക്ഷൻ തന്നു. Amen. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഏകദേശം 5000-ഓളം നേഴ്സസ് യൂത്തിന്റെ ഇടയിൽ നേഴ്സിംഗ് കോളേജുകളിൽ കടന്നു ചെന്ന് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലുമുള്ള യൂത്തിനെ ദൈവഭാഗത്തേക്ക് നടത്തുവാൻ കർത്താവ് സഹായിച്ചു. Hallelujah. ആമേൻ. Praise the Lord. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ഓൾ നൈറ്റ് പ്രയറുകൾ അതീവ ശക്തമായ ഓൾ നൈറ്റ് പ്രയറുകളാണ്. ആമേൻ. 10 മണിക്ക് ഞങ്ങൾ ഓൾ നൈറ്റ് തുടങ്ങി, ഫേസ്ബുക്കിലുണ്ട്, നിങ്ങൾക്ക് കാണാം. ആമേൻ. 10 മണിക്ക് ഓൾ നൈറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഗ്ലോറി ഇറങ്ങും. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. അന്യഭാഷകളിൽ ആമേൻ പ്രാർത്ഥിക്കുന്ന ശക്തമായ ആരാധന. എല്ലാവരെയും ഞങ്ങൾ ഓൾ നൈറ്റിന് കയറ്റത്തില്ല. ദാഹമുള്ളവർ, വിശപ്പുള്ളവർ മാത്രമേ ഞങ്ങളുടെ ഓൾ നൈറ്റിൽ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യത്തുള്ളൂ. ആമേ. ഇരുന്നുറങ്ങുന്നവരും പൊളിറ്റിക്സ് കളിക്കുന്നവരും ആയിട്ടൊന്നും എനിക്ക് ഒരു ബന്ധവുമില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ കാലഘട്ടം ഇന്ത്യയുടെ കാലഘട്ടമാണ്. ഇത് കേരളത്തിന്റെ ഉണർവിന്റെ കാലഘട്ടമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ആമേൻ അസോസിയേറ്റ് ചെയ്യുന്നത് അതുപോലെ ദർശനമുള്ള അഭിഷേകമുള്ള വലിയ സഭകൾ നടത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്മാരുമായിട്ട് മാത്രമാണ് എനിക്ക് കണക്ഷൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ലോകത്ത് ദൈവം അതിശക്തമായി ഉപയോഗിക്കുന്ന ആമേൻ ആഗോള ദൈവസഭയുടെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ജനറൽസിന്റെ മെസ്സേജുകളാണ് ഞാനും എൻ്റെ കുടുംബവും കേൾക്കുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്നിരുന്ന് വർത്തമാനം പറയുവാൻ, പാസ്റ്റേഴ്സിന്റെ ഫെലോഷിപ്പിന് കടന്നു പോകുവാൻ, പാരമ്പര്യ ദേവദാസന്മാരുമായിട്ട് ഇടപെടുവാൻ, പൊളിറ്റിക്സ് കളിക്കാനൊന്നും ഇവിടെ സമയമില്ല. ആമേൻ. യേശുവിന്റെ 2ാം വരവ് ഏറ്റവും അടുത്ത് കഴിഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഒരു ഉണർവ് ഇന്ത്യയിൽ വരാൻ പോവുകയാണ്. ഈ കാലഘട്ടം ഇന്ത്യയുടെ കാലഘട്ടമാണ്. ഇന്ത്യയിലെ യുവതലമുറയുടെ കാലഘട്ടമാണ്. ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും ശക്തരായ അഭിഷിക്തരുമായവരെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമീൻ. ഹൈദരാബാദിൽ ലോകത്തിലെ നമ്പർ 1 ദേവദാസന്മാർ സ്വന്തം ഫ്ലൈറ്റിൽ വരും. ഹല്ലേലൂയ. അവരടുത്തൊന്നും പോയി പ്രാർത്ഥിക്കണം. നമുക്ക് 50,000 രൂപ 30,000 രൂപയൊക്കെ കൊടുക്കണം. ഇൻഫ്ലുവൻസ് വേണം. പക്ഷേ അവരിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാണ് നമ്മളിലും വ്യാപരിക്കുന്നത് എന്നതുകൊണ്ട്, ആമേൻ, അവർ സേവിക്കുന്ന ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത് എന്നതുകൊണ്ട് അങ്ങനെ വലിയ ദേവദാസന്മാരൊക്കെ വരുമ്പോൾ 30-50 മണിക്കൂറൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ആ മീറ്റിങ്ങിന് കടന്നു പോകും. മണിക്കൂറുകൾക്ക് മുമ്പേ കടന്നുപോയി അവിടെ മുന്നിലിരിക്കും. ദൈവത്തോട് പറയും, കർത്താവേ, നിന്റെ ദാസനെ നൈജീരിയയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് നീ അയച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ടിയാണ് അയച്ചത്. ഇന്ന് പകൽക്കാലം എൻ്റെ പകലാണ്. എൻ്റെ മേലൊരു നിയോഗം, എൻ്റെ മേലൊരു അഭിഷേകം വ്യാപരിക്കുന്ന പകലാണെന്ന് അവകാശം പറഞ്ഞിട്ടായിരിക്കുന്നേ. നേരെ അവർ കയറി ഇറങ്ങി വന്ന് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ അവിടെ നിന്ന് അഭിഷേകം കൈമാറും. അവരിൽ നിന്നൊരു ഇമ്പാർട്ടേഷൻ എന്ത് തന്നെയായാലും എൻ്റെ മേൽ വീഴും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലും ആമേൻ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ള വ്യക്തിയാണോ നീ? വചനം നിന്റെ ആത്മാവിൽ തീ പോലെ ജ്വലിക്കുവാൻ, വചനം ധ്യാനിക്കാൻ നിനക്കൊരു ആസക്തിയുണ്ടോ? വിശുദ്ധിയോടെ ജീവിച്ച് വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിൽക്കാൻ ഒരു തീരുമാനം നിനക്കുണ്ടോ? നിന്നെ വിട്ടുമാറി ദൈവം ഒന്നും ചെയ്യുകയില്ല.
നിന്റെ ജീവിതത്തിൽ ഒരു നന്മയ്ക്കും ദൈവം മുടക്കം വരുത്തത്തില്ല. Thank you, Lord. ലോകം മുഴുവൻ നിനക്കെതിരായാലും നീ കർത്താവിനെ ചാരി മുന്നോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ, ഒരു കോംപ്രമൈസും ഇല്ലാതെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണ് നീയെങ്കിൽ, ഈ അന്ത്യകാലത്തിന്റെ അഭിഷേകം നിന്റെ മേലാണ് വ്യാപരിക്കുന്നത്. ആമേൻ. Hallelujah. Amen. നിന്റെ മേലാണ് ആ വ്യാപാരം, പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം അവൻ വെളിപ്പെടുവാൻ പോകുന്നത്. Amen. നിന്നെയാണ് ഈ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിക്കാൻ പോകുന്നത്. പിശാച് പറയും നീ ആരുമല്ല, നീ സമൂഹത്തിൽ ഒന്നുമല്ല, നീ നിന്റെ കുടുംബത്തിൽ ഒന്നുമല്ല, നീ സീറോ ആണെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി പറയുക, ഈ 21-ാം നൂറ്റാണ്ടിൽ ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ ഞാൻ കണ്ടിരിക്കുന്ന വ്യക്തി നീയാണ്. അത് നീയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, ഏറ്റെടുത്താട്ടെ, നീയാണ് ആ വ്യക്തി. ഹല്ലേലൂയ. നീ നിസ്സാരക്കാരനല്ല. ദൈവത്തിന്റെ ആമേൻ വലിയ പദ്ധതികൾക്ക് വേണ്ടി ദൈവം നിന്നെ കണ്ടിരിക്കുക, ദൈവം നിന്നെ വേർതിരിച്ചിരിക്കുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിൽ നീ ആരും അറിയാതെ കരഞ്ഞ രാത്രികളുണ്ടല്ലോ. നീ ആരും അറിയാതെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഏകാന്തതയിൽ നിലവിളിച്ച രാത്രികളുണ്ടല്ലോ. നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി വീണപ്പോൾ പിശാച് പറഞ്ഞതൊന്നും ആരും കാണാൻ പോകുന്നില്ല എന്ന് കർത്താവ് പറയുക, ഞാൻ നിന്റെ കരച്ചിൽ കണ്ടു. എനിക്ക് വേണ്ടി നിൽക്കുന്ന നിൽപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ മാനിക്കും, ഞാൻ നിന്നെ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കും, തലമുറയെ ഞാൻ ഉപയോഗിക്കും. അവരേത് ഷേപ്പിലായാലും വിഷയമില്ല, ഞാൻ അവരെ ഷേപ്പ് മാറ്റും, ഞാൻ അവരെ പണി. ശത്രുവായവൻ ചിലപ്പോൾ നിന്നോട് പറയുമായിരിക്കും, നിന്റെ തലമുറയെ ഞാൻ നിനക്ക് തരത്തില്ല, ഞാൻ നിന്റെ തലമുറയെ നശിപ്പിച്ചു കളയുമെന്ന് ശത്രു പറയുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നീതിമാന്റെ സന്തതി ആമേൻ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീതിമാൻ പന പോലെ തഴയ്ക്കും, പല സിംഹങ്ങളും ഇരകിട്ടാതെ വിശ്വസിക്കും. എങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മാറ്റം വരത്തില്ല, മുടക്കം വരത്തില്ല. നീതിമാന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ആമേൻ. ഹല്ലേലൂയ. നിന്റെ സന്തതി പിശാച് പറയുന്നത് പോലെ ആകത്തിൽ. ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുക, ഞാൻ പ്രവാചകനാണ്, ആമേ, ഒരു അപ്പസ്തോലിക ശുശ്രൂഷയാണ് ഞാൻ ഹൈദരാബാദിലും ഇന്ത്യ മുഴുവൻ ചെയ്യുന്നത്. ഞാൻ നിന്നെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുക, നിന്റെ തലമുറ ഓർത്ത് നീ ഭാരപ്പെടുന്നില്ലേ, നീ കരയുന്നില്ലേ, ശത്രു പറയുന്നില്ലേ നശിപ്പിച്ചു കളയുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നെ നോക്കി പറയുക. ആമേൻ. ഹല്ലേലൂയ. ഏത് തലമുറയെ നോക്കി പിശാച് പറഞ്ഞോ ഞാൻ നിന്റെ തലമുറയെ നശിപ്പിക്കുമെന്ന്, ആ തലമുറയെ ആമേൻ എംബ്രേസ് ചെയ്തുകൊണ്ട് കർത്താവ് പറയുക, ആമേൻ, ഈ തലമുറയെ ഈ കാലഘട്ടത്തിൽ അതിശക്തമായ ആയുധമായി ഞാൻ ഉപയോഗിക്കും. ശത്രു നശിപ്പിക്കുമെന്ന് പറഞ്ഞ നിന്റെ തലമുറ മൂലം ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്റെ തലയെ ഉയർത്തുന്ന വർഷമാണ് 2026. അതുകൊണ്ട് തന്നെ നിന്റെ തലമുറയെ കുറിച്ചുള്ള കരച്ചിൽ നീ നിർത്തരുത്. 5000-ഓളം യൂത്ത് ഞങ്ങളുടെ കൈകളിലൂടെ ശുശ്രൂഷയിൽ കടന്നു പോയതാണ്. നാട്ടിൽ നിന്നും ഒരുപാട് പാസ്റ്റേഴ്സിന്റെ മക്കളൊക്കെ പലരും ഞങ്ങളോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ ഇങ്ങനെ അങ്ങനെ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ കരയുന്ന ഒരു മാതാവാണെങ്കിൽ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഉപവസിക്കുന്ന ഒരു പിതാവാണ് നീയെങ്കിൽ, എത്ര ആമേൻ ഹാലെ ശത്രുവായവൻ നിന്റെ തലമുറയെ നശിപ്പിക്കാൻ നോക്കിയാലും അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു നിന്റെ തലമുറയെ തേജസ് കൊണ്ട് നിറച്ച് നഷ്ടപ്പെട്ട വിദ്യാഭ്യാസത്തെ തിരിച്ചു തന്ന്, ഭാവിയെ തിരിച്ചു തന്ന്, സ്വഭാവത്തെ പുനർനിർമ്മിച്ച്
അനേക യൂത്തിനെ പണിതെടുക്കുവാൻ Hallelujah. നിന്റെ ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുക. വെറുതെ പറയുന്ന ദൂത് പറയുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. Hallelujah. ഹല്ലേലൂയ. മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ടാ ഇവിടെ ഞാൻ ഇരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. രാത്രിയുടെ യാമങ്ങളിൽ പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്തിയതനുസരിച്ച് എഴുന്നേറ്റ് രാത്രിയൊന്നും എനിക്കൊന്നും ഉറക്കമില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ്. പരിശുദ്ധം അതിശക്തമായി പറയാം. ചില തലമുറകളെ നോക്കി ഇന്ന് രാത്രി പറയുക. Hallelujah. 2026 മടുത്തു പോകാതെ നീ നിന്റെ തലമുറകൾക്ക് വേണ്ടി അതിശക്തിയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ Hallelujah. നിന്റെ തലമുറയെ ഞാൻ എഴുന്നേൽപ്പിക്കും. Hallelujah. Thank you, Jesus. നിന്റെ തലമുറയെ ഞാൻ പണിയും. Hallelujah. നിന്റെ തലമുറയെ ഞാൻ റിലീസ് ചെയ്യും. Hallelujah. Thank you, Jesus. നിന്റെ തലമുറ നിനക്കൊരു മഹത്വമായിരിക്കും. Hallelujah. Thank you, Lord. ഭയപ്പെട്ടു പോകരുത്. നിന്റെ തലമുറയെ കുറിച്ച് ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. തലമുറയെ കുറിച്ച് കർത്താവ് എനിക്കൊരു വലിയ വെളിപ്പാട് തന്നിട്ടുണ്ട്. Hallelujah. ആമേൻ. പ്രൈസ്. ചെറുപ്പം മുതലേ എൻ്റെ തലമുറയെ ദൈവത്തിന് വേണ്ടി വളർത്തിയെടുപ്പാൻ ഒരുപാട് പ്രതികൂലം ഞാൻ സഹിച്ചു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ രാത്രി 11 മണി മുതൽ 2 മണി വരെയാണ് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയുടെ സമയം. ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് 10, 50, 100 കിലോമീറ്ററൊക്കെ പോയി 100, 200 പേർക്ക് വേണ്ടി തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു വരുമ്പോൾ പലപ്പോഴും 11 മണി 12 മണിയൊക്കെ ആകും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് അന്യഭാഷകൾ 1 മണിക്കൂർ പ്രാർത്ഥിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വചനം വായിക്കും. മൂത്ത മകൾ MBBS പഠിക്കുന്നത്. അതൊക്കെ ദൈവത്തിന് വലിയ വിശ്വസ്തതയാണ്. ഞങ്ങളുടെ കുടുംബത്ത് തന്നെ എന്നെ വെറും വേപ്പില പോലെ എടുത്തു കളഞ്ഞ സ്ഥാനത്ത് വേസ്റ്റ് പോലെ നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, നിനക്ക് സാമ്പത്തികമില്ല, നിനക്കൊന്നുമില്ല, ആമേൻ, പെന്തിക്കോസ്തിൽ നീ പോയി നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഞങ്ങളുടെ കുടുംബത്തെ ആദ്യത്തെ MBBS പഠിക്കുന്നത് അവള് നന്നായി പ്രാർത്ഥിക്കും. അവള് വെറും 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ശക്തരായ പ്രവാചകന്മാർ അവളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ കഴുത്തിൽ ഞാൻ സ്റ്റെതസ്കോപ്പ് കാണുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഒരു വലിയ ദൈവദാസിയാകും. ആമേൻ. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ ഒരു മെഡിക്കൽ ഡോക്ടറായി തീരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഈ വെക്കേഷന് വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ വലിയ വലിയ കോൺഫറൻസുകളിൽ ഞങ്ങൾ കുടുംബമായി കടന്നു പോകും. അവിടെ 3-4-5 ദിവസം ഇരിക്കും. ഇന്ത്യയിൽ ദൈവം ഉപയോഗിക്കുന്ന അതിശക്തരായ അഭിഷിക്തർ അവിടെ വരും. അവരുടെ കയ്യിൽ നിന്ന് ഇമ്പാർട്ടേഷൻ സ്വീകരിക്കും. ഏറ്റവും ശക്തരായ ദൈവം എഫക്റ്റീവായി ഉപയോഗിക്കുന്ന ദൈവദാസന്മാരെ എൻ്റെ മക്കളെ കൊണ്ട് മക്കൾക്ക് വേണ്ടി ശുശ്രൂഷിപ്പാൻ ദൈവമിടയാക്കി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവർക്ക് നല്ല വിശ്വാസമാണ്. അന്യഭാഷകളിൽ അവർ പ്രാർത്ഥിക്കും. മകൻ ആമേൻ വർഷിപ്പ് ലീഡ് ചെയ്യും. വചനം ശക്തമായി യൂത്തിൻ്റെ ഇടയിൽ പ്രസംഗിക്കും. ആമേൻ. എന്നെ പോലെ തന്നെ പ്രവചനത്തിൽ ദൈവം ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ ഒന്നൊരു കഴിവല്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നെ ഉപയോഗിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് ശക്തിയോടെ എൻ്റെ തലമുറയെ ഉപയോഗിക്കണമേ എന്നൊരു കരച്ചിലിന്റെ ബലമാണ്. വലിയ ദൈവ കൃപയാണ്. നമുക്ക് പുകഴാൻ ഒന്നുമില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുക. സമയം പോയല്ലോ. 9:30 ആയല്ലോ. ഞാൻ വിചാരിച്ചതിൽ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. എങ്കിലും പരിശുദ്ധാത്മ സംസാരിച്ചത് നമ്മൾ വെറുതെ കുറെ വചനം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ അനുഭവവും കൂടെ അതിൽ ചാലിക്കുമ്പോഴാണ് അതിനൊരു ജീവൻ വെക്കുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതത്തിന്റെ ദിവസങ്ങളാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം അത്ഭുതവാനായി ഞങ്ങളുടെ കയ്യിൽ ഒരു വ്യക്തിയെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഏതു വിഷയമായിക്കൊള്ളും ദൈവത്തിന്റെ ആമേൻ ഹിതപ്രകാരം അവർ ചുവട് വെച്ച് മുന്നോട്ട് വരുമെങ്കിൽ അവർ ഏത് വിഷയത്തിന്റെ മധ്യത്തിലും മറുപടി കാണാതെ അവരും ഞങ്ങളും പോകത്തില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിവിടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു വലിയ ഭാവിയുണ്ട്. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന 90% പേരും
നാളെ ഒരു വലിയ ശുശ്രൂഷയുമായി Amen. എഴുന്നേൽക്കാൻ വരാം. Thank you, Jesus. Thank you, Holy Spirit. അതാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഈ ദിവസങ്ങൾ ഒരു വലിയ അഭിഷേകം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന We receive it, ദിവസങ്ങളാണ്. Daddy. We receive it. Thank you, Jesus. ആമേൻ. Praise the Lord. ചില വിഷയങ്ങൾക്ക് മുന്നിൽ നീ പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുക, നീ ഒരു ടെസ്റ്റിങ്ങിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ഈ 10ാം ക്ലാസ്സിലും ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര ടീച്ചേഴ്സിനോട് ഉത്തരം ചോദിച്ചാലും ഉത്തരം പറഞ്ഞു തരത്തില്ല. കാരണം എന്താണെന്നറിയാവോ? എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ചില വിഷയങ്ങളിൽ മറുപടി ഇല്ലെങ്കിൽ നീ ഒരു ടെസ്റ്റിങ്ങിന്റെ ഉള്ളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാ. ആ ടെസ്റ്റിംഗ് പൂർത്തിയാകുമ്പോഴുണ്ടല്ലോ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ദൈവം നിന്നെ റിലീസ് ചെയ്യും. Hallelujah. നീ പ്രാർത്ഥിക്കുന്ന വിഷയം ഉണ്ടല്ലോ, അതിനപ്പുറത്തൊരു മറുപടി നിന്റെ ചോദിക്കുന്നതിനും നിന്നയ്ക്കുന്നതിനും അത്യന്തപരമായി ചെയ്യുന്ന ദൈവം. Hallelujah. ടെസ്റ്റിംഗ് കഴിയുമ്പോൾ നിനക്ക് വേണ്ടി വെളിപ്പെടും. Hallelujah. അതുവരെയും ക്ഷീണിച്ചു പോകരുത്, Amen. തളർന്നു പോകരുത്. Amen. ഞാൻ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന എന്റെ വിഷയത്തിന് മറുപടിയില്ല എന്ന് പറഞ്ഞ് നീ പിന്തിരിഞ്ഞു പോകരുത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ക്ഷീണിച്ചു പോകാതെ മടുക്കാതെ നീ ഇരിക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നു, കണ്ണിൻ്റോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. Amen. Yes, 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 this is your season. Big harvest is going to come upon your life. ഭർത്താവ് നിന്റെ കയ്യും പിടിച്ച് ആലയത്തിലേക്ക് വരാൻ പോവുകയാണ്. Hallelujah. Amen. നിന്റെ മകൻ, നിന്റെ മകൾ, നിന്റെ മാതാപിതാക്കൾ, നിന്റെ ശത്രു Hallelujah. നിന്റെ കൂടെ ആലയത്തിൽ കടന്നു വന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ജീവിക്കുന്ന ദൈവമാണ് സത്യദൈവമെന്ന് പറഞ്ഞ് നിന്റെ കൂടെ വരാൻ പോവുകയാണ്. പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ഈ തക്ക കാലത്ത് കൊയ്യുന്ന ദിനങ്ങളാണ് 2024. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പിയർ 4:6-7 വരെ പറയുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിന്നവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. അതുകൊണ്ട് പിറുപിറുക്കരുത്, ക്ഷീണിച്ചു പോകരുത്, ശത്രു പറയുന്നത് കേൾക്കരുത്. സ്തോത്രം ചെയ്യണം, വാഗ്ദത്തങ്ങൾ എടുത്തു വെച്ച് ഡിക്രി ആൻഡ് ഡിക്ലെയർ ചെയ്യണം, അന്യഭാഷകളിൽ പ്രാർത്ഥിക്കണം, ദൈവത്തിന് നന്ദി പറയണം. യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ മകനാണ്, മകളാണ്. ഹല്ലേലൂയ. നിനക്കൊരു ശോഭനമായ ഭാവിയുണ്ട്. നിന്നിലൂടെ ദൈവം ലോക രാജ്യങ്ങൾ ആയിരങ്ങളെ 10,000-ങ്ങളെ ദൈവത്തിലേക്ക് തിരിക്കാൻ പോവുകയാണ്. നിങ്ങൾ പലരും 5 വൻകരകളിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പോവുകയാണ്. പലരുടെയും ട്രെയിനിങ് കഴിയാൻ പോവുകയാണ്. ആമേൻ. ഗ്രാജുവേഷൻ സെറിമണി നടക്കാൻ പോവുകയാണ്. ഒരു അധികാരം തന്ന്, അഭിഷേകം തന്ന് നിങ്ങളിൽ പലരെയും പുറത്തിറക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇതിലെ സിസ്റ്റർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. സിസ്റ്റർ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ മെന്ററാക്കി വെച്ചിരിക്കുന്നെങ്കിൽ സിസ്റ്ററുടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് കൂടെ നിൽക്കണം. നെഹമ്യാവിന്റെ കൂടെ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, എല്ലാ ഗോത്ര തലവന്മാരും നേതാക്കന്മാരും ഒരുമിച്ച് നിന്നു. അതുകൊണ്ട് ഒരു 52 ദിവസം കൊണ്ട് അവര്, ആമേൻ, ആലയത്തിന് ചുറ്റും, യെരുശലേമിന് ചുറ്റുമുള്ള മതിൽ പണിതു. ആമേൻ. ഹല്ലേലൂയ. നെഹമ്യാവ് പറയുന്നുണ്ട്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, അതുകൊണ്ട് നിന്റെ ദാസന്മാർ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ദിവസങ്ങളിൽ
നിങ്ങളിലൂടെ ദൈവം, നിങ്ങൾ ഈ ദിവസങ്ങൾ എഴുന്നേറ്റ് കർത്താവിനോട് കൂടെ പണിയുന്ന ദിവസങ്ങളാണ്. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ഒരുമിച്ച് ഉപവസിക്കണം, നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അന്യഭാഷകളിൽ എല്ലാ ദിവസവും നിങ്ങൾ അന്യഭാഷകളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇതിലെ സിസ്റ്റർ ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. സിസ്റ്റർക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മകളിൽ ആമേൻ ഒരു ഭാഗമെടുത്ത് സിസ്റ്റർ ശുശ്രൂഷകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഹല്ലേലൂയ. ആമേൻ. സിസ്റ്ററുടെ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ തണലാണ്, കോട്ടയാണ്, ആമേൻ. അത് നിങ്ങളുടെ ജീവിതത്തിൽ കാവലാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരുവനേക്കാൾ ഇരുവർ നല്ലത്. ആമേൻ. ആമേൻ. ഒരുവൻ ആയിരങ്ങളെ, ഇരുവർ 10,000 ഓടിച്ചു കളഞ്ഞു. ആമേൻ. അതുകൊണ്ട് ആമേൻ, ഇതിലെ സിസ്റ്റർ പോലെ തീഷ്ണതയുള്ള ഒരു ദൈവദാസിയെ നിങ്ങൾക്ക് തന്നതിന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Thank you, Lord. Thank you, കൂടെ നിൽക്കണം, ഒന്നിച്ചു നിൽക്കണം. നിങ്ങൾ യുദ്ധം ചെയ്യണം. രാത്രിയാമങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ആമേൻ. ഒന്നിച്ചു കൂടിയിരുന്ന് പ്രാർത്ഥിക്കണം. ആമേൻ. നിങ്ങൾക്കൊരു വലിയ ഭാവിയുണ്ട്. ആമേൻ. നിങ്ങൾ കേരളത്തെ കീഴ്മേൽ മറിക്കും. നിങ്ങളായിരിക്കുന്ന ഡിസ്ട്രിക്റ്റിനെ നിങ്ങൾ കീഴ്മേൽ മറിക്കും. ആമേൻ. കാരണം നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതി മൂലം ഞാനിത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു സാവകാശം ഒരുക്കി തന്ന ഇന്ദുലേഖ സിസ്റ്ററോടുള്ള അകൈതവമായ നന്ദി ഈ രാത്രിയിൽ ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഞങ്ങളെ ശ്രവിച്ച എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി മാറ്റിവെച്ച ഈ സമയത്ത് ഓർത്ത് നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു.